നനച്ചിരിക്കാതെ ഒരു ചിക്കൻ ബിരിയാണി, ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയപ്പോഴേ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചിക്കൻ ബിരിയാണി തന്നു. അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. അങ്ങനെ ചെടി മേടിക്കാൻ പോയ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചിക്കൻ ബിരിയാണിയും കിട്ടി. എന്തായാലും താങ്ക്സ് കേട്ടാ. എന്തൊക്കെ ഇവിടെ നടക്കണില്ലേ, വാ ഫുൾ വീഡിയോ കാണാം. ഹായ്, ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയോ? കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയോ ഒന്ന് ഷെയർ ചെയ്തേ. എന്നോട് പറഞ്ഞു തന്നായിരുന്നു, ഞാൻ മറന്നുപോയി. നമ്മൾ സവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതേ കൂറ്റനാട് കണിച്ചിറക്കൽ മാളിനടുത്തുള്ള ഊട്ടി പോയിന്റ് എന്ന പ്ലാൻ നഴ്സറിയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചതില്ലേ ആ ചെടിയാണ് ഉദ്ദേശിച്ചു വന്നത്. കാരണം എന്ന് വെച്ചാലേ നമ്മുടെ ഷീറ്റിന്റെ മുകളിലേക്ക് പടർത്തി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവർ അന്വേഷിച്ചു വന്ന കേട്ടോ. അപ്പൊ ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ച ചെടി തന്നെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ, ഇലച്ചെടികളാണെങ്കിലും തെങ്ങും തൈ ആണെങ്കിലും പ്ലാവോ മാവോ അങ്ങനെ എല്ലാം, പിന്നെ പൂക്കളുള്ള ചെടികളോ എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷെ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ 2 ഇലച്ചെടികളാണ് വാങ്ങിച്ചത്, പിന്നെ ഒരു തണൽ മരമാണ് വാങ്ങിച്ചത്, പിന്നെ നമ്മളൊരു തെങ്ങും തൈയും കൂടെ വാങ്ങിച്ചു കേട്ടോ. കണ്ടപ്പോൾ ഒത്തിരി ചെടികൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളുടെ ഫ്രണ്ടിലൊക്കെ ഒത്തിരി മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. അത് അത് നീക്കം ചെയ്തിട്ടേ നമുക്ക് ചെടി വെച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. ഇതേ തെങ്ങിൻ തൈയുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഇവിടെ. ഒത്തിരി പേരുകൾ പറഞ്ഞു, കുറ്റിയാടി, ഗോവ, അങ്ങനെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ. പൂക്കളുടെ ചെടികളൊക്കെ നിറയെ വാങ്ങിക്കണം എന്നുണ്ട്. ഒരു ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഇല്ലാതില്ലാതൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ചാലേ നമ്മളുടെ ഫ്രണ്ടിൽ മതിൽ കെട്ടിയിട്ടില്ല, ഗേറ്റ് വെച്ചിട്ടില്ല, സൈഡിലും മതിലില്ല, ഇതൊന്നും ഇല്ലാണ്ടേ ഇപ്പൊ ഉമ്മറത്ത് ആരാ, അതായത് സിറ്റ് ഔട്ടിൽ ആരാ താമസം എന്നറിയാം, നിറയെ പട്ടികളാട്ടോ. വൈകുന്നേരം ആയാൽ അതോ ഒരു 12 മണിയും 1 മണിക്കൊന്നുമല്ല, പുലർച്ചെയാണ് വന്ന് കിടന്ന് ആകെ നാശകോശാക്കിയിട്ട് പോകും. ദിവസം തുടച്ച് അടിച്ച് ആ പട്ടിയുടെ രോമങ്ങളും ഒക്കെ ഉണ്ടാവും, ഒക്കെ വൃത്തിയാകണം. അപ്പൊ ഡെയിലി ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. ഇതിനിടയിൽ കൂടെ നമ്മൾ ചെടിയും കൂടെ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊക്കെ തട്ടി മറിച്ച് കേട് വരുത്തിയിടും. ചവിട്ടി ഒരു തുണിയുടെ കഷ്ണം പോലെ അവിടെ ഇടാൻ പറ്റില്ല. എത്ര ചവിട്ടി എടുത്തിട്ട് പോയെന്നറിയോ, ചെരുപ്പിടാൻ പറ്റില്ല. രാത്രിയാകുമ്പോൾ അറിയാതെ അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ നോക്കണ്ട, അതൊക്കെ എടുത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാവരും ചോദിക്കും, എന്താ ഈ വീട് പണി കഴിയാതെ, കുറെ നാളായല്ലോ, 1 വർഷമായല്ലോ. നമ്മൾ വീട് പണിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള എല്ലാ ചെലവും കഴിഞ്ഞ് കുറച്ച് കുറച്ച് നീക്കി വെച്ച ആ പൈസയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കുറച്ച് കുറച്ച് പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ചെടി കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ? നിറയെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും. പിന്നെ ഡെയ്സി, നിറയെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പൂക്കളുള്ള ചെടികൾ ഒത്തിരി ഇല്ല. ഇപ്പൊ ചൈനീസ് പാൽസ്യ അങ്ങനെയുള്ള പുതിയ ചെടികളും കുറവാണ്. അവർ പറഞ്ഞത് കളക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്, അടുത്ത ട്രിപ്പ് ഇനിയും വരുമ്പോഴത്തേനും കൊണ്ടുപോവാണ്. വണ്ടിയിൽ വന്നിട്ട് കച്ചവടക്കാർ കുറെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം ആവട്ടെ, അപ്പോൾ നമ്മളുടെ പണിയൊക്കെ ഏകദേശം കഴിയും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് സെറ്റ് ചെയ്യണം. ഒന്നിച്ച് എന്തായാലും മേടിച്ച് വെക്കാൻ പറ്റില്ല, നമുക്ക് താങ്ങത്തില്ല. കുറച്ച് കുറച്ചായിട്ട് 2-3 ഒക്കെ ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ച് സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അല്ലേ. സ്വപ്നങ്ങൾ ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണാൻ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. അവിടെ പിന്നെ ഉണ്ടല്ലോ വളങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. തെങ്ങിൻ തൈക്കും ചെടികൾക്കും ഒക്കെ പറ്റിയ ഒത്തിരി വളമുണ്ട്. അതേപോലെ തന്നെ സ്റ്റോൺസും, പിന്നെ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, നിറയെ പലതരത്തിലുള്ള പോട്ട്സുകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വര കൂടി വരേണ്ടി വരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, ഒരു വരവല്ല, ഒന്നിൽ കൂടുതൽ തവണ വരേണ്ടി വരും. കാരണം ഒരു വരവില് എല്ലാം കൂടെ നമുക്ക് താങ്ങത്തില്ല. അപ്പൊ നമുക്ക് പലതവണയായിട്ട് വരാന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ. ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ കിട്ടുമ്പോൾ ഒക്കെ കൂറ്റനാട് വരുന്നുമുണ്ട്. പിന്നെ ഞങ്ങളുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് കണിച്ചിറക്കൽ മാളിൽ പോയിട്ടോ. അവിടെ അതിനോട് ചേർന്നിട്ട് നമ്മുടെ പുതിയൊരു ഹോട്ടൽ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അവിടെ ഇന്നത്തെ ഭക്ഷണം എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞോട്ടാ. ഞങ്ങള് വെറുതെ ചുമ്മാണ് എന്ന് പറഞ്ഞിട്ട് കയറിയതാ. എന്നാ ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് കയറിയതാട്ടോ. അവിടെ പോയിരുന്നപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി തന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ പറയാ, നനച്ചിരിക്കാതെ ഒരു ബിരിയാണിയൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. റൈസ് സൂപ്പർ ക്വാളിറ്റി റൈസും കൂടെ ആയിരുന്നു. അടിപൊളി ഒരു ബിരിയാണിയും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ അന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ വീട്ടിൽ വെച്ച ചോറ് അന്നത്തെ ബാക്കിയായിരുന്നു. പിറ്റേ ദിവസം തിളപ്പിച്ച് ചുറ്റി കഴിക്കേണ്ടി വന്നു. വേറെ രക്ഷയില്ല, ഞാൻ സമ്മതിക്കില്ല. എന്ത് വിലയല്ലേ അരിക്കൊക്കെ, പിന്നെ കളയാൻ പറ്റൂ. ചിക്കൻ എന്തായാലും ഒരു പിടി പിടിച്ചു. ചിക്കൻ ബിരിയാണി വെറുതെ കിട്ടിയതല്ലേ എന്നുള്ളത് മാത്രമല്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, സർലാസും ഉണ്ടായിരുന്നു, ബീട്രൂട്ട് ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ദേ ഞങ്ങളുടെ കഴിക്കൽ കണ്ടപ്പോഴേ ചങ്കലിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 2 ബോട്ടിൽ വെള്ളം തന്നു കേട്ടോ അവര്. അപ്പൊ ഒത്തിരി സന്തോഷമായി. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല കയറ്റുക കണ്ടാ, ഉണ്ടായിരുന്നിട്ട് പൈസ കൊടുക്കാണ്ട് ബിരിയാണി കഴിക്കുന്ന കഴിക്കൽ നോക്ക്. നല്ല തട്ട് തന്നെ തട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേ നൈസായിട്ട് അവിടെ ചെടി മേടിച്ച് വെച്ചത് എടുത്ത് പോകുന്നു. അപ്പൊ ഇതേ വാഷ് ബേസിന്റെ അവിടെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ, നിങ്ങൾ ചെടികളെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഓരോ ഭാഗവും ഏതൊക്കെ ചെടികൾ വെച്ചാലാണ് കൂടുതലും മനോഹരമാകുന്നത് എന്നത് ആ ചെടിയുടെ പേരും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഉദ്ഘാടന ദിവസം എല്ലാവർക്കും ചിക്കൻ ബിരിയാണി കൊടുത്ത ഹോട്ടലാണ് ദേ ഈ കാണുന്ന ഗോൾഡൻ സീ റെസ്റ്റോറൻറ്റ്. നമ്മുടെ കണിച്ചിറക്കൽ മാളിൻ്റെ തൊട്ടടുത്ത് തന്നെ. ബിരിയാണി കിട്ടിയ സന്തോഷത്തിന് ഞങ്ങളൊരു താങ്ക് യു പറഞ്ഞൊരു ചിരിയും പാസ്സാക്കി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇവിടെ ദേ വീരനാട്യം നടക്കാൻ പോവാണ്, അതിനുള്ള അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് കാണാൻ നിന്നില്ല, ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക, ഒരു രക്ഷയില്ല, ഒന്ന് പോയി കെടുക്കണം. അപ്പം ഞങ്ങൾ വിട്ടോട്ടെ, ടാറ്റാ ബൈ ബൈ.